Hello guys, welcome back to Flying Frickies. It's me Kiran. It's me Reshma. So നമ്മൾ ഇന്നുള്ളത് മൂന്നാറാണ്. മൂന്നാറ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മള് വട്ടവടയിൽ പോയത് ജീപ്പിലാണ്. ജീപ്പ് സഫാരിയാണ് നടത്തിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ഭയങ്കര മോശമാണ്. സോ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വണ്ടി എടുക്കാതെ പോയത്. അപ്പോൾ ബെറ്റർ നിങ്ങൾ പോകുമ്പോഴും വട്ടവടയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ജീപ്പ് സഫാരിയിൽ പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മളുടെ വണ്ടി അത് മോശമാകും. സോ നമ്മിപ്പോ എവിടെ ഉള്ളത്? സോ നമ്മിപ്പോ വട്ടവടയിലാണ്. ആക്ച്വലി നമ്മളിവിടെ ഫാമസിന് വന്നാണ്. സോ ജീപ്പ് സഫാരിയിലാണ് വന്നത്. സോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാർ അവിടെ ഇത് ചെയ്തു, പാർക്ക് ചെയ്തു. ബിക്കോസ് റോഡൊക്കെ ഭയങ്കരതാണ്. അപ്പൊ നമ്മിപ്പോ സ്ട്രോബെറി ഫാമിലേക്കാണ് കയറുന്നത്. സോ നമുക്ക് അങ്ങോട്ടേ നോക്കാം. മഴക്കാലത്ത് ഇതിന്റെ വെള്ളം കുടിച്ച് കുറെ നിൽക്കുന്നു. വേനൽക്കാലത്ത് ചൂട് എടുത്തു കഴിഞ്ഞു. പിന്നെ മധുരം കൂടുതലായിരിക്കും. ഇപ്പൊ മധുരം ഉണ്ടാവോ? ഇപ്പൊ മധുരം ഉണ്ടാവും. ഇപ്പൊ ചൂടല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ചെടിക്ക് വെള്ളം വേണം. നമ്മള് യൂട്യൂബിൽ വരും. സോ ഇതാണ് സ്ട്രോബെറി. നല്ല മധുരമായിരുന്നു കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് നോക്കിയാണ്. നോക്കിയേ, നല്ല എമ്മിയായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഓണർ. കുട്ടി ഓണറാണ്. നാണാണോ? പേരെന്നാ? സുരേഷ് കുമാർ. എറണാകുളം. ഓക്കെ, താങ്ക് യു. നല്ല മധുരമാണ്. വേനൽക്കാലാവുമ്പോ ഇത് കടയിൽ നമുക്ക് കിട്ടുന്നത് ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, ബ്ലാക്ക്ബെറി, റാഡിഷ് ഉണ്ട്. തേന എന്നാ തേന? ചെറുതേനോ? എത്രയാ വരുന്നേ? ആ, ചെറുതേന് എത്ര ലിറ്റർ? 400 മില്ലി അല്ലേ? ഓൾമോസ്റ്റ് 1/2 ലിറ്റർ ഉണ്ട്. 1/2 ലിറ്ററിന് 400 മില്ലി എന്ന് പറയുന്നത്. അപ്പൊ 400 മില്ലിക്ക് ആകെ ഇത്രേ വരുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ ഫാമിലേക്ക് പോവാണ്. അപ്പൊ കുറച്ച് നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട്. സോ ഇതാണ് നമ്മുടെ ഫാം. ഇവിടെ പലതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഇതൊക്കെ അവൈലബിൾ ആണ്. ഓ, സോ നമ്മൾ ഇതാണ് ബ്ലാക്ക്ബെറിയുടെ ചെടി വരുന്നത്. ആ, ഞാൻ കണ്ടായിരുന്നു. ബ്ലാക്ക്ബെറിക്ക് മുള്ളാണല്ലേ? ബ്ലാക്ക്ബെറിയാ മുള്ളുണ്ടേ. സൂക്ഷിച്ച് വന്ന് വാങ്ങട്ട്. കുത്തിയാ വീർക്കോ? ഏത് മുള്ളോ? മുള്ള് വിഷമാണ്. എന്റെ കാലിലിട്ട് ഒറ്റ കുത്തുണ്ട്. ആ, ആ ബ്ലാക്ക്ബെറി കാണിക്കും മോൾട്ടോ. ഇതാണ് ബ്ലാക്ക്ബെറി. പുളിയായിരിക്കും എന്നാ പറഞ്ഞത്. കഴിച്ചു നോക്കിയേ. ഇതായി വരുന്നുള്ളൂ അല്ലേ? ഓ, പറിച്ചു കൊടുത്തു. സെക്കൻഡ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുവായത്. വേണമെങ്കിൽ കുറച്ച് ഒരു 100 ഗ്രാം ആണോ? എത്രയായിരുന്നു? 150 റേറ്റ് കൂടും. ഈ മൂത്രക്കുള്ളവർക്കൊക്കെ നല്ലതാ. പിന്നെ ബ്ലഡ് വരിക്കും കുറെ. ഇത് എറണാകുളം ചെല്ലുന്നേരം സാലഡ് ഇരുന്നോളൂ. ഉണങ്ങിപ്പോയാലും നല്ലത്. ആമാ, എറണാകുളത്ത് എന്തിനും കിട്ടും ഉണങ്ങിയത്. 3000 രൂപ 1 കിലോ. കുടുംബ റേറ്റ് എടുത്ത് അതാ ചെണ്ടുമല്ലി. ഇത് വരുന്നത് ഇത് സൂര്യകാന്തി. അതെനിക്ക് പരിചയമുണ്ട്.
ഇവിടെ ഇതിന്റെ അതല്ലേ റോസ് അല്ലേ? സൂര്യകാന്തിയുടെ മറ്റേ അരിയില്ല, അല്ല അല്ലാതാണെങ്കിൽ നമുക്ക് കിളിയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടൂല. എത്ര ഉള്ളൂ? ഓ അങ്ങനെയൊക്കെ കൊള്ളാല്ല. ഇന്നത് 10-15 എണ്ണൊക്കെ ഉണ്ടാവുന്നു. അതേ കണ്ടോ എത്ര എണ്ണം ഒരേ സ്ട്രോബെറി എത്രയാ നിങ്ങളുടെ? കാക്കിലോ 150, കാക്കിലോ 150. 600. ഫോട്ടോ സോ നമ്മളിവിടെ പിടിച്ചിരുത്തി ഫോട്ടോ എടുപ്പിക്കുന്നതാണ് നമ്മുടെ കൊച്ചുമലയാളി. ഇതാ റാഡിഷ് വരുന്നത്. ഓ അത് മൾബറി. ഏതാ? അതായിട്ടില്ലല്ലോ മൾബറി. സോ നമുക്ക് വൈൻ ടേസ്റ്റിംഗ് സെക്ഷൻ ആണ്. സ്ട്രോബെറിയുടെ വൈൻ ആയിരുന്നു, ക്യൂട്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റെഡ് ഷർട്ട് കഴിക്കാൻ എടുത്തോ. റെഡ് ഷർട്ട് ഞങ്ങൾ അല്ലാതെ ഇപ്പൊ കഴിക്കാനായിട്ട് കുറച്ച് വീട്ടിൽ കൊണ്ടുപോകും. അത് സത്യം. ഇത് ജാം സ്ട്രോബെറിയുടെ നാടൻ തേന്, ചെറുതേന്. അത് ബീട്രൂട്ട്, ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്. ക്യാബേജ് വേണോ മോൾട്ടോ? തൈറോയ്ഡ് ഉണ്ടോ? ഇത് വരുന്നത് ക്യാബേജ്, 2 ക്യാബേജ് എടുത്തല്ലേ? സോ ഇതൊക്കെയാണ് നമ്മൾ എടുത്തത്. കുട്ടി ക്യാബേജാ, കുട്ടി ക്യാബേജ്. കോളിഫ്ലവർ മുട്ടക്കൊന്നായിട്ട് എന്താ ക്യാബേജിന് ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് തന്നെയാന്ന് തന്നെ ഓർമ്മ. മുട്ടക്കൂസോ അല്ല എന്താ ക്രൂസ് മറ്റേ വണ്ടി ക്രൂസ്. അതെ ഞാനിവിടെ കേട്ടിട്ടുണ്ട്. ഇതെന്തിട്ടാ? സൂര്യകാന്തി തന്നെ. അത് സൂര്യകാന്തി തന്നെ. എത്രല്ല പഠിക്കണേ? 9 തമിഴ് മീഡിയോ മലയാളം മീഡിയോ? മലയാളം മീഡിയം തന്നെ. അവിടെ ബീട്രൂട്ട് വന്നോ വീട്ടിലേക്ക്? ഈ വീഡിയോ ഇത് തിങ്കളാഴ്ച അല്ല, ഇത് തിങ്കളാഴ്ചയല്ല, റിസോർട്ട് തിങ്കളാഴ്ച. അതിന്റെ തൊട്ട് ഒരു വീക്കും കൂടെ കഴിഞ്ഞിട്ട് ഒരു വാരം കൂടി ഇത് കറിയൊക്കെ അല്ലേ? അതെ, ഓരോ ടൈമിലും ഓരോ സീസണാണ്. ഇത് ഫുള്ള് റെഡാണ് ആകും, ലൈറ്റ് കാണത്തില്ല. ശർക്കര രക്തം പോലെ ഇരിക്കും. ഭയങ്കര കളറാണ്. ഇതിന്റെ ഇല തോരണം വെക്കാം, നമ്മൾ ചീര വെക്കുന്ന പോലെ തോരണം. ഇതിന്റെ മുകളിൽ പൊങ്ങി വരും. കിഴങ്ങ് പൊങ്ങി വരും അല്ലേ? കിഴങ്ങ് പൊങ്ങി വരുമ്പോഴാണ് നമ്മൾ പാകമായത് കണ്ടുപിടിക്കുന്നത്. ഇത് ഹൈബ്രിഡ് അല്ല, ഇത് നാടനാണ്. ഹൈബ്രിഡ് ആണെങ്കിൽ ഇത്ര വലുത് കാണും, പക്ഷെ അകത്ത് റെഡ് കാണും, വൈറ്റ്. ചൂട് വേറുന്നവരെ ഇങ്ങനെ ചെറുതായി. അത് ഇവിടുത്തെ ക്ലൈമറ്റിൽ നിൽക്കുന്നുണ്ടാണോ? ക്യാബേജ് 160. സോ നമ്മൾ വട്ടവടയിലത്തെ പർച്ചേസിംഗ് കഴിഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയൊക്കെയാണ്. ഈ കാണുന്നത് ട്രൈബൽസിന്റെ ഒരു ഗ്രാമമാണ്. നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, ജസ്റ്റ് നമുക്ക് ദൂരത്തു നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ പുറം ലോകമായിട്ട് അവർക്ക് ഒരു കണക്ഷൻ അലൗഡ് അല്ല ആക്ച്വലി. സോ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഞങ്ങൾക്കിപ്പോൾ ആക്ച്വലി ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു ഉച്ചക്ക്. സോ അപ്പൊ നമ്മൾ ഫുഡൊക്കെ നോക്കി നടക്കുന്ന ഒരു ഇതിൽ വന്ന് ഇവിടെ സ്റ്റോപ്പ് ആയതാണ്. നല്ല രസമാണ്, നല്ല പ്രകൃതിയാണ് കാണാനായിട്ട്.
ഒരാള് ജീപ്പിൽ തന്നെ നിരിപ്പാണ്, ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. ആളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ലഞ്ചാണ് ബ്രെഡ് ഓംലെറ്റ്. ബ്രെഡ് ഓംലെറ്റ് ഫ്രം വട്ടവട എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥലം അതായിരുന്നു. വരൂ, ചൂടുണ്ട്. ഇപ്പൊ വിശന്നാൽ എന്തും കഴിക്കും. ടച്ചിങ് സൈഡ് വൈൻ എടുപ്പുണ്ട്. അത് വേണ്ട, അത് തൊട്ട് കളിക്കണ്ട. എന്നപ്പെട്ട ടച്ചിങ് സൈഡ് ജാമിരിപ്പുണ്ടോ? ജാമിരിപ്പുണ്ടോ? വേണോ വല്ല റാഡിച്ചാ അത് വേണേ കഴിച്ചു, കുഴപ്പമില്ല. ബീട്രൂട്ടായോ? ശരി, ഞാൻ കഴിക്കട്ടെ. സോ ഞങ്ങളിവിടെ ജീപ്പ് ലാസ്റ്റ് സ്റ്റാർട്ടിങ് സ്ഥലത്തെല്ലാം നിർത്തി. യെസ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്ക്. ഓ പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങൾ എന്റെ പേര് സഞ്ജു. വട്ടവട ജീപ്പ് സഫാരിയാണ്. നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സഞ്ജുനെ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ. സോ ഇത് അവിടുത്തെ വട്ടവടയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനുള്ള പ്ലാനിലാണ് ഞാൻ ഇവിടെ നിർത്തിയത്. ഇവിടെ തേയിലത്തോട്ടൊക്കെ ഇരുന്നതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് റൂമിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.